രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ പ്രതിയായ 3 ബലാത്സംഗ കേസുകളിലും കുറ്റകൃത്യം നടപ്പിലാക്കിയ രീതി സമാനമാണെന്ന് പോലീസ്. അതിനെതിരെ മാങ്കൂട്ടത്തിൽ യുവതിക്ക് അയച്ച ഭീഷണി സന്ദേശം പുറത്തുവന്നു. 1 മാസം മുമ്പായിരുന്നുവെങ്കിൽ മൈൻഡ് ചെയ്യുമായിരുന്നു, ഇപ്പോൾ ആരെയും പേടിയില്ലെന്ന തരത്തിലാണ് ഭീഷണി. തനിക്കെതിരെ നിൽക്കുന്നവർക്കും കുടുംബത്തിനും അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കും. നീ എന്തു ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യും. ഇതാണ് മാങ്കൂട്ടത്തിലിന്റെ ഭീഷണി. ഈ ഭീഷണി സന്ദേശങ്ങളെല്ലാം ആദ്യ 2 കേസിന് ശേഷമാണെന്ന് വ്യക്തം. പേടിപ്പിക്കാൻ നോക്കേണ്ട, ഞാൻ മാത്രം മോശമാകുന്ന തരത്തിൽ ഒന്നും ഇനി അനുവദിക്കില്ലെന്നാണ് പറയുന്നത്. തനിക്കെതിരെ നിൽക്കുന്നവർക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകും. പേടിപ്പിക്കാൻ നീയല്ല, ഒരു മനുഷ്യനും നോക്കേണ്ട. ഇങ്ങനെ പോകുന്നു ഭീഷണി ചാറ്റുകൾ. അതിനിടെ ഇനിയും പരാതികൾ മാങ്കൂട്ടത്തിനെതിരെ വരാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് കരുതുന്നു. ദാമ്പത്യ പ്രശ്നങ്ങളിൽ ഇടപെട്ടും ഉപദേശങ്ങൾ നൽകിയും യുവതികളുടെ വിശ്വാസം പിടിച്ചുപറ്റുന്ന രാഹുൽ പിന്നീട് അവരെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുന്നതാണ് രീതി. രാഹുലിന്റെ ഭീഷണി സന്ദേശങ്ങളും യുവതികളെ വശീകരിക്കാൻ അയച്ച ചാറ്റുകളും പുറത്തു വന്നതോടെ കേസ് കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ദാമ്പത്യ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ നേരിടുന്ന യുവതികളെയാണ് രാഹുൽ ലക്ഷ്യമിടുന്നത്. ആദ്യ കേസിൽ കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന വ്യാജേനയാണ് യുവതിയെ സമീപിച്ചത്. 3-ാം കേസിൽ ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്നാൽ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി യുവതിയെ വഞ്ചിച്ചു. ബന്ധം ഉറപ്പിക്കാൻ കുഞ്ഞ് വേണമെന്ന് രാഹുൽ നിർബന്ധിക്കും. എന്നാൽ യുവതികൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിക്കുന്നതാണ് രീതി. തനിക്ക് 3 കുട്ടികൾ വേണമെന്നും നല്ല ഭർത്താവായില്ലെങ്കിലും നല്ലൊരു അച്ഛനായിരിക്കുമെന്നും രാഹുൽ യുവതിയോട് പറഞ്ഞതായി SITക്ക് നൽകിയ മൊഴിയിലുണ്ട്. ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട യുവതികളോട് രാഹുൽ അങ്ങേയറ്റം ക്രൂരമായാണ് പ്രതികരിച്ചത്. നീ ചെയ്യാവുന്നതൊക്കെ ചെയ്യ്, ഞാൻ ചെയ്യുന്നത് നിനക്ക് താങ്ങാനാകില്ല എന്ന ഭീഷണി സന്ദേശങ്ങൾ രാഹുലിന്റെ ക്രിമിനൽ സ്വഭാവത്തിന് തെളിവായി പോലീസ് നിർത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നിൽ പോലീസിന്റെ അതീവ രഹസ്യമായ ഓപ്പറേഷൻ പൂങ്കുഴലി വിജയിക്കുമ്പോൾ ഇത്രയും നാടകീയത ആവശ്യമായിരുന്നോ എന്ന ചോദ്യം ഉയരുന്നു. നിലവിൽ 2 കേസുകളിൽ നിയമപരിരക്ഷയുള്ള ഒരു ജനപ്രതിനിധിയെ അർദ്ധരാത്രി ഹോട്ടൽ മുറി വളഞ്ഞ് കസ്റ്റഡിയിലെടുത്തത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന ആരോപണം ശക്തമാണ്. ഹോട്ടൽ ജീവനക്കാരുടെ ഫോണുകൾ പിടിച്ചുവെച്ചും വാർത്ത പുറത്താകാതെ നോക്കിയും പോലീസ് നടത്തിയ നീക്കങ്ങൾ ഒരു ക്രിമിനലിനെ പിടികൂടുന്നത് പോലെയായിരുന്നു. ഇതിനകം 2 കേസുകളിൽ കോടതിയെ സമീപിച്ചിട്ടുള്ള രാഹുൽ ഒളിവിൽ പോകാൻ സാധ്യതയില്ല എന്നിരിക്കെ പുലർച്ചെ നടത്തിയ ഈ നാടകീയ അറസ്റ്റ് രാഹുലിന്റെ രാഷ്ട്രീയ എതിരാളികളെ തൃപ്തിപ്പെടുത്താനാണെന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. എന്നാൽ നിർബന്ധിത ഗർഭചിത്രവും സാമ്പത്തിക ചൂഷണവും ഉൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് പുതിയ പരാതിയിലുള്ളത്. ചാറ്റ് വിവരങ്ങളും DNA തെളിവുകളും ശേഖരിച്ച പോലീസ് രാഹുൽ വാദിക്കുന്ന ഉഭയസമ്മതവാദം പൊളിക്കാനുള്ള ഒരുക്കത്തിലാണ്. കുഞ്ഞ് വേണമെന്ന് നിർബന്ധിക്കുകയും പിന്നീട് ഗർഭചിത്രത്തിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നുവെന്നത് കേസിനെ സങ്കീർണമാക്കുന്നു.